നീ എന്താ വിളിക്കാത്തെ? ഞാൻ ഇന്നലെ എത്ര വെയിറ്റ് ചെയ്തെന്നറിയോ നിന്റെ ഫോണിന് വേണ്ടി? എന്താ നീ വിളിക്കാത്തെ? ട്യൂഷൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം ഇരുന്നിട്ട് അവന്മാർ പോകും, അല്ലെങ്കിൽ 1 മണിക്കൂർ എടുത്താൽ മതിയല്ല. പിന്നെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം? ദേവർത്ഥം കിടന്ന് ഉറങ്ങണ കണ്ടില്ലേ? നീ പറ, നീ വല്ലതും കഴിച്ചോ? ഞാൻ വിലയായിരുന്നു പണ്ടായിരം. ഞാൻ കഴിച്ചില്ല, നീ കഴിക്കണം. എത്ര നേരമായി സാറ് ഫോണിൽ വിളിച്ചോണ്ടിരിക്കുന്നു. ആകെ നമുക്ക് ട്യൂഷൻ 2 മണിക്കൂറുള്ളൂ, അതിൽ 1 മണിക്കൂർ സാറ് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ നാളെ തൊട്ട് ഈ ട്യൂഷൻ ക്ലാസ് മേഘ ടീച്ചറിന്റെ ട്യൂഷൻ പോകും. ആ ബെസ്റ്റ്. എന്താ സാറിപ്പോ ആരെയും വിളിക്കുന്നത് അറിയോ? മേഘ ചേച്ചിനാണ്. ആ മേഘ ചേച്ചി സാറും ലൈനാണ്. ലൈൻ എന്ന് പറഞ്ഞപ്പോ ചാടി എഴുതേക്കണ. ഇപ്പൊ മാത്സ് എന്ന് പറഞ്ഞ അവന് ഉറങ്ങും. ആരാടെ സംസാരിച്ചോണ്ടിരിക്കണേ? നിങ്ങളോടൊക്കെ പഠിക്കാൻ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കാനല്ല. അയ്യോ സാറേ, ഞങ്ങൾ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് അറിയോ? ആകെ ട്യൂഷൻ 2 മണിക്കൂറേ ഉള്ളൂ, അതിൽ 1 മണിക്കൂർ സാറ് ഈ ഫോൺ വിളിച്ചു തീർത്തല്ല. എടാ, നിന്നേക്ക് ഞാൻ ഇവിടെ ഇരുത്തിയിരിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലായ? ഈ പ്രകൃതിയെ ആസ്വദിച്ച് പഠിക്കാനാണ്. അപ്പൊ കറണ്ട് ലാഭിക്കാനല്ല. അതൊക്കെ പോട്ടെ. ഇന്ന് നിങ്ങൾക്ക് സിലബസ് ഇല്ലാത്ത ചില ക്വസ്റ്റ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോവുകയാണ്. അതിന് ഉത്തരം നൽകുന്നവർക്ക് തക്കതായ സമ്മാനം നൽകുന്നു. അല്ലാത്തവർക്ക് നല്ല അടിയും. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ദിനോസറാണ് ആദ്യത്തെ ചോദ്യം. സാർ, ദിനോസർ അല്ല, ദിനേശ് ആർ എന്നാ പറഞ്ഞേ. പ്രധാനപ്പെട്ട സിദ്ധാന്തമായ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആരാണ് കണ്ടുപിടിച്ചത്? വാസു. വാസുവാ? അതെ സാർ, കഴിഞ്ഞ ദിവസം ഞാൻ അവന്റെ മുഖത്തേക്ക് ഒന്ന് പൊട്ടിച്ചപ്പോ അതേ സ്പീഡിൽ തന്നെ തിരിച്ചെന്റെ മുഖത്തേക്ക് അടിച്ച്. കൈ കാണിക്കണ. കൈ കാണിക്ക. ഉത്തരം സർ ഐസക് ന്യൂട്ടൻ. മനസ്സിലായ? അമേരിക്ക കണ്ടുപിടിച്ചാ? കൈ കാണിക്കണ. തല്ലല്ലേ സാറേ? കൈ കാണിച്ചേ. തല്ലല്ലേ സാറേ? ഞാൻ തലകറങ്ങി വീഴും സാർ. ക്രിസ്റ്റഫർ കൊളംബസ്. മനസ്സിലായ? ഇതാരാ? എന്താണ് നിന്റെ തല ചുറ്റിയില്ലേ? ഹലോ മാഷേ, ഞാനാ PSC ടെസ്റ്റിന് തയ്യാറെടുക്കുന്ന ആന്റപ്പനാ. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാനാ വിളിച്ചത്. കണ്ടാടാ, PSC കോച്ചിങ് വരെ കിട്ടാത്ത അറിവാണ് എന്നോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. നിനക്കൊക്കെ എന്നോട് പുച്ഛം. നീ പറയടാ ആന്റപ്പ. മാഷേ, നമ്മുടെ സ്ഥലമല്ലേ കൊക്കോതമംഗലം? ആണല്ലോ, നമ്മുടെ സ്ഥലം കൊക്കോതമംഗലാണ്. അതിലെന്താണ് സംശയം? അതെ, ഈ കൊക്കോതമംഗലം എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താ? അതിന് പിന്നെ വല്ല ഐതിഹ്യവും ഉണ്ടോ? അതെ, നമ്മുടെ സ്ഥലം കോതമംഗലമായിരുന്നു. അത് വെച്ച ആൾക്ക് പെട്ടെന്ന് വിക്ക് വന്ന് അപ്പൊ കൊക്കോതമംഗലം എന്നിട്ട് എന്ന് വെച്ചിട്ട് പോടാ. അടുത്ത ചോദ്യം ഉണ്ണിയോട്. നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് 2 കാലഘട്ടമാണ്. അത് ഏതൊക്കെ? ഉണ്ണി എന്ന് പറഞ്ഞേ. AM-ഉം PM-ഉം. അതെന്താ? ആഫ്റ്റർ മൊബൈൽ, ബിഫോർ മൊബൈൽ. ആ കൈ കാണിച്ച്. അല്ല, നിന്നെ ഞാൻ അടിച്ചില്ലല്ലോ. കൈ കാണിക്കട. അതൊക്കെ പോട്ടെ. അടുത്ത ചോദ്യം അപ്പുവിനോട്. എന്താണ് സാറേ? ഇപ്പൊ തന്നെ പറയാം. എടാ, നിനക്ക് കുറച്ച് ഉറക്കം കൂടുതലാണല്ലോ. സാമൂതിരിയെ പറ്റി എന്തറിയാം നിനക്ക്? സാമൂതിരിയ കമ്പിത്തിരി പൂത്തിരിയില്ലാത്ത ഇങ്ങനെയാണോ സാറേ? എന്ത്? എന്റെ തല അടിച്ചു പോവില്ലാടാ. അങ്ങനെയൊന്നുമല്ല. ആ കൈന്ന് കാണിച്ചു സാറേ. പതുക്കെ അടിക്കണേ. പതുക്കെ അടിക്കാണ്. അയ്യോ ഓടാ പട്ടി. എന്ത്? അവിടെ കുട്ടി. സാർ മേക്കമിങ്. എത്തിയല്ലോ വനമാല. എവിടെയായിരുന്നു? അമ്മേനെ സഹായിക്കണായിരുന്നു. ഓ, എന്തിന്? മീൻ വെട്ടാൻ. അപ്പൊ ഈ കാലത്ത് അമ്മേനെ സഹായിക്കുന്ന പെൺപിള്ളേരുണ്ട്. വെരി ഗുഡ്. അകത്തേക്ക് വാ. അപ്പൊ 4 പേർക്ക് അടി കിട്ടിയപ്പോ സമാധാനമായില്ല. ഇനി 5 പേരോട് ഒരു ചോദ്യം. ഭാവിയിൽ നിങ്ങൾ ആരാകാൻ ആഗ്രഹം? ദിനേശ് സാർ പറഞ്ഞേ. സാറേ, എനിക്കൊരു വലിയ ആളാകണം. എല്ലാരും ബഹുമാനിക്കും സ്നേഹിക്കുന്ന ആളാകണം. ആരെപ്പോലെ? സാറിനെ പോലെ. എന്നെ പോലെ? അറിഞ്ഞില്ല കുട്ടി, അറിഞ്ഞില്ല. നീ ഇത്രയും ബഹുമാനം എന്നോട് കാണിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ നിന്നെ അടിച്ചോല്ലേ. സോറി കേട്ടാ. കണ്ടില്ലടാ, ദീർഘദൃഷ്ടിയുള്ളവനാണ് അവൻ. അടുത്ത ചോദ്യം ഉണ്ണിയോട്. നീ ആരാകാനാണ് ആഗ്രഹം? എന്റെ ആഗ്രഹം ബഹിരാകാശ യാത്ര പോകുന്ന എലോൺ മസ്കിന്റെ ഒരു ടീമിലെ അംഗമാകണമെന്നാണ്. എലോൺ മസ്കിന്റെ ടീമിൽ നീ? സാറേ, അവരുടെ ടീമിൽ ഏതെങ്കിലും ഒരു നിലയിൽ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയാൽ മതി. എലോൺ മസ്കിന്റെ ടീമിലെ ടാലന്റ് ഉള്ള വ്യക്തികളാ ഉള്ളത്. അവിടെയൊക്കെ എത്തണമെങ്കിൽ നല്ല ബുദ്ധിശക്തി വളർത്തണം.
നിനക്ക് അതിനുള്ള ആംബിയൻസ് ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞൂടാ. അതെ സാറേ, എലോൺ മസ്കിന്റെ വീട്ടിലെ വേലക്കാരനാവാൻ അബ്ദുൽ കലാമിന്റെ കുറ്റിയൊന്നും വേണ്ടല്ലോ. ആ, ഇനി 15 മിനിറ്റ് ട്യൂഷൻ ബാക്കിയുള്ളു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ? സാറേ ഒരു സംശയം, ഈ മറുകം എന്താ കറുത്തിരിക്കുന്നേ? സാറേ ഈ പാവങ്ങളോടൊക്കെയാണോ പാവയ്ക്ക? എന്ത്? ഷോ, നിന്നോടൊക്കെ സംസാരിച്ച എന്റെ തലയുടെ ആംബിയൻസ് പോവല്ലാടാ. എന്തുവാടാ നിന്റെയൊക്കെ തലയില്? കളിപെണ്ണിന്റെ പേര് പറഞ്ഞ അതിന്റെ വില ഞാൻ കളയുന്നില്ല. ഇതാരാ കാണാൻ? ഹലോ, ആ പറയൂ. ഇന്ന് ട്യൂഷന്റെ സമയം കഴിഞ്ഞ്, ഇനി നാളെ വന്നാ മതി. ആ, നാളെ വന്നാ മതി എന്തേ ട്യൂഷന്? ആ ശരി, ആ ഓക്കെ. പിള്ളേരെവിടെ? സാറ് ട്യൂഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ അവരൊക്കെ പോയി. പിന്നെ നീ എന്താ പോകാത്ത? ഞാൻ ലേറ്റ് ആയിട്ടല്ലേ വന്ന, കാശ് കൊടുത്തല്ലേ പഠിപ്പിക്കണം. അതുകൊണ്ട് 2 മണിക്കൂർ ഞാൻ ചുമ്മാതെ ഇരുന്നിട്ട് പോകാന്ന് കരുതി. എന്റെ ഈശ്വരാ,